ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് വിൻഡോസ് 11 നോൺ സപ്പോർട്ടഡ് കമ്പ്യൂട്ടറുകളിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതാണ്. അതിനായി ആവശ്യമായ ടൂളുകളും കമ്പ്യൂട്ടർ അതിനുവേണ്ടി എങ്ങനെ തയ്യാറാക്കാമെന്നും ഇവിടെ വിശദീകരിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കാം. ഇതുപോലെ ഗുണകരമായ വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക. കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. വിൻഡോസ് 11 നോൺ സപ്പോർട്ടഡ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി വീഡിയോയിൽ തന്നിരിക്കുന്ന സൈറ്റിൽ നിന്നും USB ബൂട്ടബിൾ ഡിസ്ക് ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ശേഷം മൈക്രോസോഫ്റ്റിൻ്റെ ഡൗൺലോഡ് സൈറ്റിൽ പോയി വിൻഡോസ് 11ൻ്റെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. നമ്മളിവിടെ 2 ഫയലും ഡൗൺലോഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഫയൽ ഡൗൺലോഡ് ചെയ്ത ലൊക്കേഷനിലേക്ക് പോയി ബൂട്ടബിൾ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായി 8 GB കുറയാത്ത ഒരു പെൻ ഡ്രൈവ് USB പോർട്ടിൽ കണക്ട് ചെയ്തതിന് ശേഷം റഫ്യൂസ് എന്ന CD ക്രിയേറ്റർ സോഫ്റ്റ്വെയർ റൺ ചെയ്യുക. അതിൽ ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വിൻഡോസിൻ്റെ ഇമേജ് ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ലിസ്റ്റിൽ നിന്നും നോൺ സപ്പോർട്ടഡ് PCക്കുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് UEFI സപ്പോർട്ട് ഇല്ലാത്ത കമ്പ്യൂട്ടർ ആണെങ്കിൽ MBR ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കുക. കണക്ട് ചെയ്തിരിക്കുന്ന USB ഡ്രൈവിൽ നിന്നും ഡേറ്റയെല്ലാം ഡിലീറ്റായി പോകുന്നതാണ്. ശേഷം വിൻഡോസ് 11ൻ്റെ നോൺ സപ്പോർട്ടഡ് PCക്ക് വേണ്ടിയുള്ള ബൂട്ടബിൾ ഡിസ്ക് ക്രിയേറ്റായി വരുന്നതാണ്. നമുക്ക് കാത്തിരിക്കാം. ബൂട്ടബിൾ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൂട്ടബിൾ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ക്ലോസ് കൊടുത്തതിന് ശേഷം വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് ബൂട്ട് ഓപ്ഷൻ ഏതാണോ നമ്മൾ പെൻ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്ത് ആ ഓപ്ഷൻ കൊടുത്ത് ബൂട്ട് ചെയ്ത് കയറുക. ഇവിടെ HPയുടെ ഒരു ലാപ്ടോപ്പാണ് ഞാനിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. UEFI മോഡിൽ ബൂട്ട് സെലക്ട് ചെയ്ത് എടുക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. MBR ബൂട്ടിംഗ് കൊടുത്തതിനാൽ അത് MBR ഓപ്ഷനിൽ തന്നെ ബൂട്ട് ചെയ്ത് കെയർ ചെയ്ത് വരികയാണ്. ബൂട്ട് ചെയ്ത് കയറി വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ നൗ കൊടുക്കുക. സീരിയൽ നമ്പർ തൽക്കാലം കൊടുക്കുന്നില്ല. വിൻഡോസ് ഏത് എഡിഷനാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യുന്നതിൽ വിൻഡോസ് 11 Pro ക്ലിക്ക് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് കൊടുത്താൽ എഗ്രിമെൻ്റ് ചെക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ശേഷം നിലവിൽ ഹാർഡ് ഡിസ്കിലുള്ള ഡാറ്റ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. എല്ലാ പാർട്ടീഷനും ഡിലീറ്റ് ചെയ്തതിന് ശേഷം 11 വേണ്ടി പുതിയൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്താൽ വിൻഡോസ് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇൻസ്റ്റാളിംഗ് ചെയ്യുന്നത് വേഗത കൂട്ടി കാണിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് റീസ്റ്റാർട്ട് ആണ് ഇവിടെ കാണുന്നത്. വന്നു കഴിഞ്ഞു. നമ്മൾ റീജിയൻ സെലക്ട് ചെയ്ത് ഇന്ത്യ കൊടുത്തു, ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുത്തു. ഞാനിവിടെ മലയാളം കീബോർഡ് കൂടി ആഡ് ചെയ്തു. വൈഫൈയിലേക്ക് കണക്ട് ചെയ്യുന്നു. വൈഫൈയിലേക്ക് കണക്ട് ചെയ്താൽ അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ എന്ന് കമ്പ്യൂട്ടർ പരിശോധിക്കുകയാണ്. ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ പേരാണ് ചോദിക്കുന്നത്. അത് കൊടുത്താൽ സിസ്റ്റം റീസ്റ്റാർട്ടായി വരും. റീസ്റ്റാർട്ടായി വന്നാൽ കമ്പ്യൂട്ടർ പേഴ്സണൽ യൂസിനുള്ളതാണോ വർക്ക് ഓർ സ്കൂൾ എന്ന ഓപ്ഷനാണോ എന്ന് ചോദിക്കും. ഇവിടെ പേഴ്സണൽ യൂസിനുള്ളതായതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. അടുത്തായി മൈക്രോസോഫ്റ്റ് അക്കൗണ്ടാണ് ചോദിക്കുന്നത്. ഹോട്ട്മെയിൽ ID കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ കൊടുക്കുന്നു. ലോഗിൻ പിൻ സെറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ ലോഗിൻ പിൻ കൊടുക്കുക. ഇനി ഇവിടെ പഴയ കമ്പ്യൂട്ടർ നിങ്ങൾ റീസ്റ്റോർ ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നു. ഇവിടെ ഞാൻ റീസ്റ്റോർ ചെയ്യുന്നു. കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുകളാണ് ചോദിക്കുന്നത്. ആവശ്യമുള്ളത് ടിക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുക. അപ്ഡേറ്റുകൾ വല്ലതുമുണ്ടോ എന്ന് വീണ്ടും പരിശോധിച്ചതിന് ശേഷം കമ്പ്യൂട്ടർ സ്റ്റാർട്ടായി വന്നിരിക്കുകയാണ്. നോൺ സപ്പോർട്ടഡ് കമ്പ്യൂട്ടറിൽ വിൻഡോസ് 11 സ്റ്റാർട്ടായി വന്നിരിക്കുകയാണ്. നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നന്ദി. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.